അങ്ങനെ കപ്പഡോക്കയിലെ റെഡ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങൾ ഉച്ചവരെ കാണാനുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ്. ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഈ കാണുന്നത് ഭക്ഷണങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല വെറൈറ്റിയിലുള്ള ഭക്ഷണങ്ങൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ പല മുക്കിലും മൂലയിലുള്ള ആൾക്കാരെല്ലാം വന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എല്ലാവർക്കും കഴിക്കാവുന്ന അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിപ്പം പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്. വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും സാലഡ്സ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉള്ളതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ അധികം ഭക്ഷണം എടുത്തു, എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അല്ല എങ്കിലും നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അടുത്ത ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഈ കാർപ്പറ്റുകളൊക്കെ ഉണ്ടാക്കുന്നൊരു ഫാക്ടറിയാണ്. അവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു കാർപ്പറ്റ് ഉണ്ടാക്കുന്നത്, പ്രാചീന കാലം മുതൽക്ക് തന്നെ ഇവിടെ കാർപ്പറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വ്യവസായം ഉണ്ടെന്നാണ് നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോ കാർപ്പറ്റുകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ വിശദീകരിച്ച് തരുന്ന ഒരു ഗൈഡും അതുപോലെ തന്നെ ഒരു ഫാക്ടറിയുമാണ്. ഇവിടെ ആയിരക്കണക്കിന് കാർപ്പറ്റുകളുണ്ട്. എല്ലാം ഒന്നിനോടൊന്ന് മെച്ചമാണെന്ന് പറയാം. പല കാർപ്പറ്റുകളും കണ്ടിട്ട് നമുക്ക് അതിശയം തോന്നിപ്പോകും. ഇതൊക്കെ എങ്ങനെയാണ് ഇവരിത് ഡിസൈൻ ചെയ്ത് വരുന്നത് എന്നതിന് നമുക്ക് അതിശയത്തോടെ കാണേണ്ട തരത്തിലുള്ള കാർപ്പറ്റുകളാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്റ്റോർ പോലുള്ളൊരു സ്ഥലത്ത് അവരുടെ കയ്യിലുള്ള എല്ലാ കളക്ഷനുള്ള കാർപ്പറ്റുകളും നമുക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് വാങ്ങാം. അത്യാവശ്യം നല്ല റേറ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. യൂറോയിലും ഡോളറിലൊക്കെയാണ് പറയുന്നത്. കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് കുറേ അധികം പൈസ വരുന്നുണ്ട്. എന്തായാലും കുറേ അധികം ആൾക്കാർ വന്നുവെങ്കിലും ആരും വാങ്ങിയതായിട്ട് കണ്ടില്ല. പല വെറൈറ്റിയിലുള്ള കുറേ അധികം കാർപ്പറ്റുകളെല്ലാം കാണിച്ചു. എല്ലാം നല്ല രസമുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം.